ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രഗ്നൻസി 10th വീക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിൻ്റെ വളർച്ച എന്തൊക്കെയാണ്, അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്ന സിംറ്റംസൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് ഛർദ്ദിൽ, ടയർഡ്നെസ്, നെഞ്ചിരിച്ചിൽ, അതുപോലെ വേദനകൾ, നടുവേദന ഉണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ ഇടുപ്പ് വേദന, ഇടുപ്പെല്ലിന് വേദന, വോമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെയുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടിന്യൂ ചെയ്തു പോകും 10ാമത്തെ ആഴ്ചയും. പിന്നെ നമുക്ക് ഉണ്ടാകുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് കുറച്ചും കൂടെ എൻലാർജ് ആവും, അതുപോലെ ഏരിയയുള്ള ഭാഗം ഡാർക്കാവും, നിപ്പിളും എൻലാർജ് ആവും. അതുപോലെ ബ്രസ്റ്റ് ഏരിയയിലൊക്കെ വെസൽസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആവും. ബ്ലഡ് വെസൽസ് തെളിഞ്ഞു വരും. പിന്നെ വയറിൽ ഒരു പ്രഷർ അനുഭവപ്പെടും. കാരണം യൂട്രസ് വലുതാവുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വയറിൽ ചെറിയ രീതിയിൽ വയറ് ആയി തുടങ്ങും. അത് മൈന്യൂട്ട് പെട്ടെന്ന് അറിയത്തില്ല, എന്നാലും ചെറിയ രീതിയിലുള്ളൊരു വയറ് ഈ യൂട്രസ് വലുതാവുന്നതനുസരിച്ച് വയറിനും ചെറിയ വ്യത്യാസങ്ങളാണ്, ഒരു പ്രഷർ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. പിന്നെ യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഈ യൂട്രസ് വലുതാവുമ്പോൾ ബ്ലാഡറിലോട്ട് പ്രഷർ പോകുമ്പോൾ നമുക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, പെട്ടെന്ന് മൂത്രമൊഴിക്കാനായിട്ട് തോന്നും. പിന്നെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അതായത് പെൽവിക് ഓർഗൻസിലോട്ടൊക്കെ ബ്ലഡ് ഫ്ലോ കൂടുതലായതുകൊണ്ട് വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും. അത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല, ഡിസ്ചാർജ് ഈ ടൈമിൽ കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ അസിഡിറ്റി പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് പോലെ തന്നെ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. പിന്നെ ഈ ആഴ്ച കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ സൈസ് ഒരു നാരങ്ങ വലുപ്പത്തായിരിക്കും. കുഞ്ഞിൻ്റെ സൈസ് 3 സെൻറ്റിമീറ്ററോളം നീളവും 4 to 5 ഗ്രാം വെയ്റ്റും ഏകദേശം കുഞ്ഞിന് കാണും. പിന്നെ ഈ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മൊത്തത്തിൽ ശരീരത്തിൻ്റെ പാതിയോളം തലയിലായിരിക്കും വലുതായിട്ട് നിൽക്കുന്നത്. പിന്നെ നെറ്റി തള്ളിയായിരിക്കും നിൽക്കുന്നത്. അതൊക്കെ ക്രമേണ റെഡിയാവും. പിന്നെ കുഞ്ഞിൻ്റെ അതായത് എംബ്രയോ എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി ഫീറ്റസ് സ്റ്റേജിലേക്ക് മാറുകയാണ് കുഞ്ഞ്. കാരണം ഓർഗൻസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഡെവലപ്പായി കഴിഞ്ഞു. ഐസ്, ഇയേഴ്സ്, ഫേഷ്യൽ ഫീച്ചേഴ്സ്, അതുപോലെ കൈയും കാലും, കാലുകളുടെ നഖങ്ങൾ ഒക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഫിംഗേഴ്സ് തമ്മിൽ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. കുഞ്ഞിന് കൈയും കാലൊക്കെ എടുത്ത് മൂവ് ചെയ്യാനും എടുക്കാനൊക്കെ പറ്റും. പിന്നെ കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുടിച്ചു കൊടുക്കും ഈ സമയത്തൊക്കെ ആകുമ്പോൾ. എന്നിട്ട് അത് യൂറിൻ ആയിട്ട് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും ഡെവലപ്പായി, ഓൾമോസ്റ്റ് എല്ലാ ഓർഗൻസും ഡെവലപ്പായി. ഇനി അതിൻ്റെ മെച്യൂരിറ്റി ആവേണ്ടതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത്. പിന്നെ അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഭക്ഷണ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഡോക്ടർ തന്നിരിക്കുന്ന വൈറ്റമിൻസ് എല്ലാം കറക്റ്റായിട്ട് കഴിക്കുക. അപ്പോൾ അയൺ, ഫോളിക് ആസിഡ് ഒക്കെ തന്നില്ല, അതിൽ കഴിക്കാം. കാൽഷ്യം ടാബ്ലറ്റിന് അത് കഴിക്കുക. കാൽഷ്യം, അയൺ, ഫോളിക് ആസിഡ്, omega 3 ഫാറ്റി ആസിഡ് അതിനൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതും, അതുപോലെ കാൽഷ്യം റിച്ചായിട്ടുള്ള പാല്, മുട്ട, തൈര്, പിന്നെ ഇലവർഗ്ഗങ്ങൾ കഴിക്കുക. പച്ചക്കറികളെല്ലാം കഴിക്കുക. ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ് കഴിക്കുക. വെള്ളം നല്ലപോലെ കുടിക്കുക. ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക. നല്ല രീതിയിൽ കുക്ക് ചെയ്താത്ത മീറ്റും എഗ്ഗും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒഴിവാക്കുക. കഫീൻ ഒഴിവാക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ ഉറക്കത്തിൻ്റെ കാര്യമാണെങ്കിലും രാത്രി ഉറക്കം കുറവുള്ളവരൊക്കെ ആയിരിക്കുമെങ്കിലും പകൽ ഉറങ്ങാതെ കൂടുതലും രാത്രി തന്നെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രാത്രി ഉറക്കം കിട്ടാതായി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.